ഹലോ, ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മൾ കുറച്ചധികം ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും 9 മണിയായി. നമ്മുടെ ഫാക്കൽറ്റി ഏതായാലും എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ പ്രോഗ്രാം ആരംഭിക്കാം. എനിക്ക് തോന്നുന്നത് ഞാൻ ഓഡിയബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാം RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന 3 എക്സാംസിനായിട്ടാണ്, എക്സാക്ട്ലി പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മാഡം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. ഒന്ന്, BSc ഫിസിക്സ് കെമിസ്ട്രി യോഗ്യതയുള്ള ആൾക്ക് വേണ്ടിയുള്ള CMA, അതായത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ ഉള്ള ഒരു പോസ്റ്റ്. അതുപോലെ ജൂനിയർ എഞ്ചിനീയറിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് മാഡം നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ NDPC ഗ്രാജുവേറ്റ് ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സെഷനിൽ മാഡം പറയുന്നതായിരിക്കും. അപ്പം അതിന് പിന്നെ ഞാൻ മാഡത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ കോച്ചിങ് എടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്. കാരണം നിങ്ങൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നോക്കിയാലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാലും മാഡത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജിജി മാഡം ഫേമസ് ആയിരിക്കുന്നത് എക്കണോമിക്സ് ഫാക്കൽറ്റി എന്നുള്ള പേരിലാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും മാഡം ഡീൽ ചെയ്യും. നെക്സ്റ്റ് അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് മാഡം കഴിഞ്ഞ IB ഓഫീസേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിൽ എക്കണോമിക്സ്, അതുപോലെ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ ഡീൽ ചെയ്ത മാഡമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാഡം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം നമുക്കൊരു സെഷനിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നാളെ, അതുപോലെ തന്നെ നാളെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾക്ക് വേണ്ടി ക്ലാസ്സിൽ എടുക്കുന്നത് RRB ടോപ്പർ ആയിട്ടുള്ള നിതിൻ സാറാണ്. അതായത് നിലവിൽ ചെന്നൈ സോണൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ ജൂനിയർ എഞ്ചിനീയർ ജോലി ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് പറയും എന്താണ് ജൂനിയർ എഞ്ചിനീയർ എന്നുള്ള ഒരു കാര്യം, അതിലെ വർക്ക് എക്സ്പീരിയൻസ്, അതിനുവേണ്ടിയുള്ള മറ്റ് ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതും, ഒപ്പം തന്നെ CMA എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, മറ്റ് NDPC കോഴ്സ് എക്സാംസ്, അതുപോലെ അതിൻ്റെ പോസ്റ്റുകൾ എന്തൊക്കെയാണ് ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റുകൾ, കാരണം കുറേയധികം പോസ്റ്റുകൾ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം നാളെ വളരെ വിശദമായിട്ട് സാറ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നാളെ 9 മണിക്ക് ഇതേപോലെ തന്നെ നമുക്കൊരു വെബിനാർ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഞാൻ അധികം നേടുന്നില്ല, ഞാൻ മാഡത്തെ വളരെ സ്നേഹത്തോടെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, സോ മാഡം യു ക്യാൻ ടേക്ക് ഓവർ. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജിജീന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് റെയിൽവേയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാം നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. ഷോർട്ട് നോട്ടീസ് ഓൾറെഡി വന്നു. സാറ് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു 2-3 പോസ്റ്റുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നിങ്ങളുടെ ഡൗട്ട്സും ഇവിടെ തീർക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ബേസിക് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സും നമുക്ക് ഈ ഒരു സെഷനിലൂടെ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടോ? റെയിൽവേയുടെ ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നത്? എങ്ങനെയാണ്? ഓൾറെഡി എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, കുറെയൊക്കെ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരാണ്. ആരെങ്കിലും ആദ്യമായിട്ട് റെയിൽവേയുടെ എക്സാം എഴുതുന്നുണ്ടോ? ഉണ്ട്, അർജുൻ ആദ്യമായിട്ടാണ്. ഓക്കെ, അൺനോൺ എന്ന് വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേര് അതാണ്, അതുകൊണ്ട് അതില് യഥാർത്ഥ പേരില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പേര് തന്നെ വായിക്കുന്നത്. ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാർ ഉണ്ട്. ഫസ്റ്റ് ടൈം എഴുതാണ്ട്. ഓക്കെ, വൈശാഖ്, ആശ, ആദ്യമായിട്ട് എഴുതുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? കുറെ പേരുണ്ടല്ലോ ആദ്യമായിട്ട് എഴുതുന്നത്. ഓക്കെ, സാരില്ല. അപ്പൊ ആദ്യമായിട്ട് എഴുതുമ്പോഴും നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടാവും, കുറച്ചൊക്കെ ബേസിക് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരും ഈ സെഷനിൽ ഉണ്ടാവും. അപ്പൊ രണ്ടുപേരുടെയും ഒരുപോലെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ സെഷൻ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ റെയിൽവേയുടെ എക്സാമിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറെ പേര് PSCയുടെ പുറകെ മാത്രമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസോ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സോ, പ്രത്യേകിച്ച് റെയിൽവേയുടെ ബെനിഫിറ്റ്സ് ഒക്കെ വളരെ കുറച്ച് പേർക്ക്, ഈവൻ ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്ന് പോലും പല ആൾക്കാർക്കും അറിയില്ല. ഇപ്പൊ റെയിൽവേ നേരത്തെ എഴുതിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയാം, പക്ഷെ പല ആൾക്കാർക്കും റെയിൽവേയുടെ എക്സാം ഉണ്ട്, അതിന് നമ്മൾ കുറച്ച് പഠിച്ചാൽ മതി എന്നുള്ള കാര്യം അറിയില്ല. കുറച്ച് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സിലബസ്, ഞാൻ എക്സാം പാറ്റേൺ ഒക്കെ കാണിക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കുറച്ച് പഠിച്ചാൽ മതി എന്ന് പറയുന്നത്. പിന്നെ ജോലി ഏറ്റവും അത്യാവശ്യമുള്ളവര് ഏറ്റവും നന്നായി എഫേർട്ട് ഇട്ട് പഠിക്കുവാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ജോലി കയ്യിൽ കിട്ടും കേട്ടോ.
അപ്പൊ എന്തായാലും നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ട് ഇപ്പൊ അവരെന്ത് വിചാരിക്കും, ഞാൻ എന്ത് വിചാരിക്കും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോ ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ റെയിൽവേയുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സാർ പറഞ്ഞ പോലെ പ്രധാനമായിട്ട് 3 എക്സാമുകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ഓർ സൂപ്പർവൈസർ, അത് കഴിഞ്ഞ് RRB JE, RRB NTPC, ഇങ്ങനെ 3 എക്സാമുകളാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഓരോ എക്സാമിനെ കുറിച്ചും ക്വാളിഫിക്കേഷൻ എന്താണ്, അതില് എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഏജ് ലിമിറ്റ്, എന്താണ് സാലറി പാക്കേജ്, എങ്ങനെയാണ്, അതുപോലെ തന്നെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എക്സാം സ്റ്റേജസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ ഈ ഒരു സെഷനിലൂടെ കവർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോളാം. നമ്മുടെ ക്ലാസ്സിൽ ആരും ഒരു ഡൗട്ടോട് കൂടി, നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ആരും ഒരു ഡൗട്ടോട് കൂടി പോരുത്. നിങ്ങൾക്ക് ജോലി അത്രയും അത്യാവശ്യമാണെങ്കിൽ 1 ഇയറിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ റെയിൽവേന്റെ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത കുറെ കാരണങ്ങളുണ്ട്. അതും കൂടി നമ്മുടെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് RRB JEയും അതുപോലെ തന്നെ CMA എന്ന് പറയുമ്പോൾ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ആണ് CMA. അതിന്റെ രണ്ടിന്റെയും ഷോർട്ട് നോട്ടീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 35,400 രൂപയാണ്. ബേസിക് പേ 35,400 രൂപയാണ് വരുന്നത്. അപ്പൊ 35,400 രൂപ എന്ന് പറയുമ്പോൾ വെറും 35,400 രൂപ ഇനീഷ്യൽ പേ കൈ കിട്ടുന്നല്ല കേട്ടോ അർത്ഥം വരുന്നത്. 35,400 രൂപ നമ്മുടെ ലെവൽ 6 ആണ് വരുന്നത്. നിങ്ങളുടെ കയ്യില് ആദ്യത്തെ മാസം കിട്ടാൻ പോകുന്നത് 50,000 രൂപ അടുപ്പിച്ചിലാണ്. ഇപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ റെയിൽവേയിൽ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കിയോ. വെറുതെ ഞാൻ പറയുമല്ല കേട്ടോ, നമ്മുടെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് 50,000 രൂപ ഇൻ ബിറ്റ്വീൻ 45 to 50 ആയിരിക്കും നിങ്ങളുടെ ആദ്യത്തെ മാസ സാലറി. അതുകൂടാതെ തന്നെ പേ കമ്മീഷൻ പുതിയത് വരികയാണെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പറയാണ്, പേ കമ്മീഷൻ പുതിയത് വരുവാണ്. ബേസിക് പേ വീണ്ടും കൂടും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് റെയിൽവേയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ റെയിൽവേ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂള്, നിങ്ങൾക്ക് ട്രാവലിംഗ് അലവൻസ് എന്ന് വേണ്ട ഇങ്ങനെയുള്ള ഒത്തിരി ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ BSc കെമിസ്ട്രിയും BSc ഫിസിക്സും ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു എക്സാം നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് നമുക്ക് സാലറി കൂടാനുള്ള ഒരു കമ്മീഷനാണ്. അതായത് നമ്മുടെ പേ സ്കെയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പേ കമ്മീഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ BSc കെമിസ്ട്രിയും BSc ഫിസിക്സും, BSc കെമിസ്ട്രിക്കാർക്കും BSc ഫിസിക്സ്കാർക്കും ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് BSc കെമിസ്ട്രിയും ഫിസിക്സും കഴിഞ്ഞ മിക്ക ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. ഇപ്പൊ RRB JE കുറച്ചെങ്കിലും അറിയായിരിക്കും, പക്ഷെ ഈ ഒരു CMA എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മിക്ക ആൾക്കാർക്കും അറിയില്ല. അപ്പൊ BSc കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം എന്താന്ന് വെച്ചാൽ അധികം ആരും അറിയാത്തൊരു കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 120 ദിവസമാണ് നമ്മൾ ചോദിക്കുന്നത്. 120 ദിവസം നമ്മളോടൊപ്പം നിങ്ങളും എഫേർട്ട് ഇട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ റെയിൽവേയുടെ അടുത്ത ലിസ്റ്റില് നിങ്ങളുടെ പേരുണ്ടാവും. റെയിൽവേ ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും. പക്ഷെ നിങ്ങൾ നമ്മളുടെ കൂടെ നമ്മൾ പറയുന്ന അതേ സ്ട്രാറ്റജിയിൽ പഠിക്കാൻ റെഡി ആവണം. കാരണം നമുക്ക് നേരത്തെ റിസൾട്ട് ഉണ്ട്. നമ്മൾ ആ റിസൾട്ടിൽ ഉള്ള അതേ സ്ട്രാറ്റജിയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ കട്ടയ്ക്ക് കൂടെ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റെയിൽവേ ക്രാക്ക് ചെയ്തിരിക്കും. നമ്മൾ പറഞ്ഞു സാലറി വൈസ് ആണെങ്കിലും ജോലി വൈസ് ആണെങ്കിലും നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ആദ്യത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ BSc കെമിസ്ട്രിയും ഫിസിക്സും നിങ്ങൾ പാസ്സായിട്ടുണ്ടോ, നിങ്ങൾക്ക് ഉള്ളതാണ് ഈ ജോലി. വ്യക്തമായി കൃത്യമായി പഠിക്കാൻ റെഡി ആണെങ്കിൽ ജോലി കയ്യിലിരിക്കും. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ഇത് അൺറിസർവ്ഡ് കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്കാണ് വരുന്നത് കേട്ടോ. OBCക്ക് ആണെങ്കിൽ നമുക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് ആണെങ്കിൽ 36 വയസ്സ് വരെ എക്സാം എഴുതാൻ പറ്റും. ഇനി SC/STക്ക് ആണെങ്കിലോ, SC/STക്ക് ആണെങ്കിൽ 5 വർഷമാണ് റിലാക്സേഷൻ വരുന്നത്. അതായത് 38 വയസ്സ് വരെ ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 36 വയസ്സ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം കോവിഡ് ഒക്കെ വന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ഏജ് ലിമിറ്റ് കൂടിപ്പോയി. അപ്പൊ എക്സാം എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായല്ലോ. അപ്പൊ അതൊക്കെ മാനിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം മാത്രം 36 വയസ്സ് വരെ കൊടുത്തു.
അപ്പൊ ഇപ്രാവശ്യം മുതൽ അഗെയിൻ വീണ്ടും 33 അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് 33 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ഇങ്ങനെയാണ്. CBT 1, CBT 2, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും എക്സാം വരുന്നത്. 1 ഉണ്ട്, 2 ഉണ്ട്. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും. ഇത്രയേ ഉള്ളൂ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ CBT 1-ലും 2-ലും എന്താ പഠിക്കണ്ടേ എന്ന് നമുക്ക് നോക്കാം. CBT 1-ൽ എന്താ നോക്കുന്നത്? ജനറൽ അവയർനെസ്. ഈ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഇതിലാണ് എന്ത് വരുന്നത്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ പൊളിറ്റി, അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ആർട്ട് ആൻഡ് കൾച്ചർ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇതിലാ വരുന്നത്? ഈ ജനറൽ അവയർനെസ്സിലാണ്. 15 മാർക്കാണ് വരുന്നത്. ഈ 15 മാർക്കിന് ഇത്രയും സാധനങ്ങൾ പഠിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും റെയിൽവേയുടെ ഒരു എക്സാം പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് പഠിക്കേണ്ടതെന്ന്. ആ സാധനങ്ങൾ മാത്രം പഠിക്കാം. വാരി വലിച്ച് ഇത്രയും സബ്ജക്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിക്കണമെന്നൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മൾ ഹാർഡ് വർക്കിനെക്കാളും കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്തായിരുന്നു? സ്മാർട്ട് വർക്ക് ആണ്. ജോലി കിട്ടുക. നമുക്ക് നോളേജിന്റെ കാർഡിൽ ഇപ്പൊ വേണ്ട എന്താ? ജോലി കിട്ടുക എന്നുള്ള കാര്യമാണ്. ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഠിക്കേണ്ടത്. 15 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായിരുന്നു? ഇഷ്ടം പോലെ മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട, ഒരു 150 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ഈ സബ്ജക്റ്റ് ഒക്കെ നോക്കുമ്പോൾ പറയുമോ 150 മണിക്കൂർ കൊണ്ട് തികയോ? കാരണം ഇത്രയും സബ്ജക്ട് പഠിക്കണം. അങ്ങനെയല്ല, സ്മാർട്ട് വർക്ക് നോക്കുക. റെയിൽവേക്ക് ഒരു എക്സാം പാറ്റേൺ ഉണ്ട്. റെയിൽവേ ഇന്ന സ്ഥലങ്ങൾ എന്നാണ് ചോദിക്കുന്നത്, ഇന്ന പാറ്റേണിലാണ് ചോദിക്കുന്നത്. ആ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെ നിന്നൊക്കെയാ ചോദ്യം, എങ്ങനെയൊക്കെയാ ചോദ്യം ചോദിക്കുന്നതെന്ന്. ആ രീതിയിലാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ 15 മാർക്ക് കിട്ടുക. ഇനി ജനറൽ സയൻസ്. ജനറൽ സയൻസ് 30 മാർക്ക്. നിങ്ങൾക്ക് ഫിസിക്സും CMA പോസ്റ്റില് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? ബയോളജി അറിയാം. ഇതൊന്നും പഠിക്കാണ്ടല്ല നമ്മൾ ആരും പാസ്സായിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, ജനറൽ സയൻസ് വലിയൊരു ബാലികേറ മലയൊന്നും അല്ല. ജനറൽ സയൻസ് എന്ന് പറയുന്നത് സുഖമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ? സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. കാരണം എന്താ, നിങ്ങൾ ഓൾറെഡി സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ എന്തായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മാത്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 30 മാർക്കാണ്. റീസണിങ്ങിന് 25 മാർക്ക്. മാത്സും റീസണിങ്ങും 55 മാർക്ക്. നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് മാത്സും റീസണിങ്ങിൽ സ്കോർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് റെയിൽവേ എന്ത് തന്നിട്ടുണ്ട്? സിലബസ് തന്നിട്ടുണ്ട്. ഇന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് റെയിൽവേ നോട്ടിഫിക്കേഷൻ സിലബസ് നമുക്ക് കാണാൻ സാധിക്കും. ആ സിലബസ് പഠിക്കുക. അപ്പൊ ചില ആൾക്കാർക്ക് എന്തായിരുന്നു, നിങ്ങൾക്ക് എന്തായാലും മാത്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഇനി അഥവാ ഇല്ലെങ്കിലും ഒരു പ്രശ്നമല്ല. നമുക്കിവിടെ മാത്സ് ആൻഡ് റീസണിങ് ഫാക്കൽറ്റി ഉണ്ട്. അടിപൊളി ഫാക്കൽറ്റിയാണ്. ഇനി നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ അറിഞ്ഞില്ലെങ്കിലും സാർ എന്തായിരുന്നു, ഒരുപാട് സൂത്രപ്പണികളൊക്കെ സാർക്ക് അറിയാം. സാർ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് മാത്സും റീസണിങ്ങും പഠിക്കാൻ പറ്റും. ഡെയിലി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ 90 മിനിറ്റിനുള്ളിൽ 100 ചോദ്യങ്ങൾ എഴുതി 100 മാർക്കാണ്. ഓക്കെ, 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസും 100 മാർക്കുമാണ് ഇവിടെ വരുന്നത്. ഇതാണ് CBT 1-ൽ വരുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് 1-ൽ വരുന്നത്. ഇത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പറ്റുവാടാ, എന്തായാലും പാസ്സാകാൻ പറ്റും. മാത്സും റീസണിങ്ങും ജനറൽ സയൻസും ജനറൽ അവയർനെസ് ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ടെൻഷനും വേണ്ട. കാരണം എന്താണെന്നറിയോ, ബാക്കിയുള്ള എക്സാമിനെ പോലെയല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ല. അവിടെ വലിയൊരു ബെനിഫിറ്റ് ആണ് ഇംഗ്ലീഷ് ഇല്ല. കാരണം എന്താ, ഇംഗ്ലീഷ് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ കേരള ഹിസ്റ്ററി പഠിക്കണോ, കേരള ജോഗ്രഫി പഠിക്കണോ, കേരള അഡ്മിനിസ്ട്രേഷൻ പഠിക്കണോ, ഇതൊന്നും പഠിക്കണ്ട. ബാക്കിയുള്ള ഒരു PSC എക്സാമിന് അല്ലെങ്കിൽ മറ്റൊരു എക്സാമിന് എന്ത് വേണം? ഇംഗ്ലീഷ് വേണം, കേരള ജോഗ്രഫി വേണം, കേരള ഹിസ്റ്ററി വേണം, കേരള അഡ്മിനിസ്ട്രേഷൻ വേണം. അതൊന്നും വേണ്ട. സോ കുറെ സാധനങ്ങൾ കുറവാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ. നിങ്ങൾക്ക് തന്നെ തോന്നണില്ലേ, ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട്, അവർക്കൊരു കോൺഫിഡൻസ് തോന്നുന്നില്ലേ, നമുക്ക് ഇത്രയും സാധനങ്ങൾ പഠിക്കണ്ട, ഇത്രയും പഠിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്ക് നിങ്ങൾക്ക് ഇത്ര പഠിച്ചാൽ മതി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി ചെറിയൊരു മാർക്കിനാണ് ജനറൽ അവയർനെസ് വരുന്നത്. കൃത്യമായിട്ട് സിലബസ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ കിടിലായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോവാം. നിങ്ങൾക്ക് തോന്നില്ലേ ബാക്കിയുള്ളതിന് നോക്കിയിട്ട്? എന്തായിരുന്നു ഇതില് CBT 1 ഒക്കെ ഏകദേശം ഇതേ സംഭവങ്ങളാണ് പഠിക്കേണ്ടത്. ആദ്യമായിട്ടാണ്, ഓക്കെ, ആദ്യമായിട്ടാണെങ്കിലും കുഴപ്പമില്ല.
ആദ്യമായിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ എഴുതിയവരാണെങ്കിലും ആദ്യമായിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരേപോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ട് നമ്മൾ പിച്ച വെച്ച് തുടങ്ങുക എന്ന് പറയുന്നില്ലേ, അതുപോലെ പിച്ച വെച്ച് തുടങ്ങുക. ഇനി കുറച്ച് നാള് റെയിൽവേ എക്സാം എഴുതി കിട്ടിയില്ല, സാരില്ല, പോട്ടെ, നമുക്ക് കിട്ടാത്തൊക്കെ പോട്ടെ, ഈ വർഷം നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാം, ഈ വർഷം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറാം. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, അതും അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ. നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സാം അപ്ലൈ ചെയ്യാം, എന്നിട്ട് ഒരുമിച്ച് പഠിക്കാടാ. ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു, നല്ല രീതിയിൽ കുറെ എക്സാം നമുക്ക് ഇങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് CBT-1 എന്ന് മനസ്സിലായല്ലോ. ഇതാണ് CBT-1. ഇനി ഇത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞു എന്ന് വെച്ചാൽ അടുത്തതാണ് CBT-2. അപ്പൊ ഇത് CMA എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ പറയുന്നത്. CMA എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിൽ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ജനറൽ അവയർനെസ് 15 മാർക്ക്. നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചിട്ടുള്ളതല്ലേ അല്ലെ, ഓൾറെഡി നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള ജനറൽ അവയർനെസ് അല്ലേ ഇത്. അപ്പൊ അതെന്താ, ഒന്ന് റിവിഷൻ ചെയ്താൽ മതി അല്ലെ. ഫിസിക്സും കെമിസ്ട്രിയും 15 മാർക്ക്. CMA എക്സാം എഴുതാൻ പോകുന്ന BSc ഫിസിക്സും BSc കെമിസ്ട്രിയും ഉള്ള നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയുടെ 15 മാർക്ക് സുഖമായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഒരു റിവിഷന്റെ ആവശ്യമുള്ളൂ അല്ലെ, റിവിഷന്റെ ആവശ്യമുള്ളൂ. നമ്മൾ തരുന്ന ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, വേറെ എക്സ്ട്രാ ഒന്നും വേണ്ട. നമ്മൾ തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യും, 15 മാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇതെന്തായിരുന്നു, ബേസിക്സ് ആണ് പറയുന്നത്. നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ടൊന്നും പഠിക്കണ്ട, ബേസിക് ആയിട്ടുള്ളതാണ്. 10 മാർക്കിന് അല്ലെ, 10 മാർക്കിനാണ് ഇവിടെ വരുന്നത്. എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എന്തായിരുന്നു, അതിന്റെ ബേസിക്സ് ആണ് പറയുന്നത്. അത് നിങ്ങൾ എന്തായിരുന്നു, ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കണ്ട, 10 മാർക്കിനാണ് വരുന്നത്. അത് കഴിഞ്ഞ് ടെക്നിക്കൽ സബ്ജക്ട്, അതെന്തായിരുന്നു, 100 ആണ്. അത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാ ഇവിടെ 100 വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാണോ സബ്ജക്ട് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 150 മാർക്ക്, 90 മിനിറ്റ്, 90 മിനിറ്റ്സ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടടാ, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് കേട്ടോ, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അതിപ്പോ ഏതിലാണെങ്കിലും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇനി അടുത്തത്, അപ്പൊ ഇതുവരെ നമുക്ക് മനസ്സിലായോ, ഇതുവരെ മനസ്സിലായോ? അതിന്റെ CBT-1ഉം 2ഉം കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലേ, കിട്ടുന്ന കോൺഫിഡൻസ് ഇല്ലേ? ആർക്കെങ്കിലും കോൺഫിഡൻസ് കുറവുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. പറയാം കേട്ടോ. നിങ്ങൾക്ക് ഈ സിലബസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നോ? നിങ്ങൾക്ക് കിട്ടും തോന്നുന്നില്ല, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ട, കേരളത്തിന്റെ കോൺഫിഡൻസ് വന്നു? യെസ്, ഉണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്. യെസ്, അതാണ് നമുക്ക് സ്വന്തമായിട്ട് കോൺഫിഡൻസ് ആണ് പ്രധാനമായിട്ട് വേണ്ടത്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കോൺഫിഡൻസ് നമ്മൾ കൊണ്ടുവരിക, നമ്മൾ പഠിച്ച സബ്ജക്ട് തന്നെയാണിത്, എക്സ്ട്രാ ഇന്ന് കുറച്ച് സബ്ജക്റ്റാ പഠിക്കേണ്ടത്, അത് കൃത്യമായിട്ടുള്ള വഴിയിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. എന്തായിരുന്നു, GK വലിച്ചു വാരി പഠിക്കണ്ട, സ്പെസിഫിക് ആയിട്ട് പഠിച്ചാൽ മതി. അതെ, ശരിയാ. യെസ്, അൺനോൺ തന്നെയാണ്. ഞാൻ സെപ്പറേറ്റ് ഗ്രൂപ്പ് ചാറ്റിലില്ല, എവരിവണ്ണ് കാണാൻ പറ്റില്ല, സെപ്പറേറ്റ് ചാറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, PSC പോലെ, അതെ, PSC പോലെ നമുക്ക് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. നിങ്ങൾ എന്ത് സബ്ജക്റ്റ് ആണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്, നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് ആ ഒരു ടെൻഷനോ ഒന്നും വേണ്ട. ഓക്കെ, ആ ഒരു ടെൻഷനേ ഒന്നും വേണ്ട. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏകദേശം കോൺഫിഡൻസ്, വേറെ ആർക്കും കോൺഫിഡൻസ് ഇല്ല. ഇത് കാണുമ്പോ എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എഴുതാൻ പറ്റും തോന്നുന്നുണ്ടോ? ഫുൾ മാഡത്തിന്റെ സപ്പോർട്ട് വേണം. പിന്നെ എന്താ, ഉറപ്പായിട്ടും നമ്മൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. റെയിൽവേയിൽ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അവര് നിങ്ങൾക്ക് എങ്ങനെയാണ്, റെയിൽവേയുടെ കുറെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടിയ കൊള്ളാലോ, അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ മോട്ടിവേറ്റ് ആയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് എന്നാ പിന്നെ ചത്തുകുത്തിയിരുന്ന് റെയിൽവേ പഠിച്ചത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഉള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വരും ക്ലാസ്സുകളിൽ ഇങ്ങനെ ഓരോ വെബിനാർ എന്തായിരുന്നു ഉറപ്പായിട്ടും ഉണ്ടാവും. കേരളത്തിലുണ്ട്. എന്തായിരുന്നു, ഞാൻ സബ്ജക്ട് മാത്രമേ അറിയുള്ളൂ, റീസണിങ് ആൻഡ് GK വീക്കാണ്. സാരില്ല സുബി, GKയും റീസണിങ് ഒന്നും വീക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. റീസണിങ്, മാത്സ് ഒക്കെ സുഖമായിട്ട് കോഡിലൂടെ നമുക്ക് കിട്ടും. നമ്മുടെ സതീഷ് സാർ നിങ്ങളെല്ലാം പഠിപ്പിച്ചു തരും. അതുപോലെ തന്നെ GK സെറ്റ് ആകാൻ വാരി വലിച്ചൊന്നും പഠിക്കണ്ട, ആവശ്യമുള്ളത് പഠിച്ചാൽ മതി. അനാവശ്യമായിട്ട് നമ്മൾ വെറുതെ എന്തിനാ പഠിക്കുന്ന സമയം വേസ്റ്റ് ആക്കാനല്ല കേട്ടോ. വെറുതെ നമ്മളെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടേ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് നോളേജ് കുറച്ചും കൂടി കിട്ടണമെങ്കിൽ. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം. ജോലി കിട്ടുന്നവരെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പഠിക്കാൻ പോകുന്നത് ഇവിടെ. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ച് സെറ്റ് ആക്കും കേട്ടോ. കേരളത്തിൽ വേക്കൻസി ഉണ്ട്,
നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ സോണ് ട്രിവാൻഡ്രത്ത് കിട്ടും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ചെന്നൈയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈയിൽ പോവാം, ട്രിവാൻഡ്രത്ത് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് സാധാരണ അടുത്തുള്ളതൊക്കെ കിട്ടാറുണ്ട്. പറയാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് RRB JEയിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് കേട്ടോ. ടോട്ടൽ 2570 വേക്കൻസീസ് ആണ് മൊത്തത്തിലുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ കൺസേണേ ആവണ്ട. CMA എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മിക്ക ആൾക്കാർക്ക് അറിയാത്തൊരു പോസ്റ്റ് ആണ് എന്ന്. നിങ്ങൾക്ക് ഒരു വേക്കൻസി പോരെടാ, ഒരു വേക്കൻസി പോരെ. നിങ്ങൾ വേക്കൻസി ഭയങ്കരമായിട്ട് കൺസേണേ ആവണ്ട. പക്ഷെ വേക്കൻസി ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഒരു വേക്കൻസി ആണ് ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് ഉള്ളതാണ് ഒരു വേക്കൻസി എന്ന് നോക്കിയിട്ട് പഠിച്ചാൽ മതി. CMA എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പല ആൾക്കാർക്കും അറിയില്ല. ഇവിടെ ഞാൻ ഒരു ഷോർട്ട് നോട്ടീസ് ചെയ്താ, ഈ സെയിം ഷോർട്ട് നോട്ടീസ് കണ്ടപ്പോ മിക്ക ആൾക്കാർക്കും ഇതില് ജൂനിയർ എഞ്ചിനീയറിംഗ്, അതല്ലാതെ ജൂനിയർ എഞ്ചിനീയർ JE എന്ന് പറയുന്ന പോസ്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ പല യൂട്യൂബ് ചാനലിലാണെങ്കിലും ഷോർട്ട് നോട്ടീസ് വന്നു, ജൂനിയർ എഞ്ചിനീയറിന്റെ ഷോർട്ട് നോട്ടീസ് വന്നു ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനും വിചാരിക്കാറുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉള്ളത് ആരും പറയുന്ന പോലും ഇല്ല. മനസ്സിലായി, മിക്ക ആൾക്കാരും പറയുന്ന പോലും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരുന്നു, നമുക്കിത് അറിയാത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കുറെ പേർക്ക് ഈ ഒരു പോസ്റ്റ് ഉണ്ട് എന്നേ അറിയില്ല. അതുകൊണ്ട് CMAക്കാർ കുറച്ചും കൂടി സന്തോഷിച്ചോളൂ. ഇനിയിപ്പോ നമ്മളായിട്ട് കൂടുതൽ പറഞ്ഞ് സ്പ്രെഡ് ചെയ്യണ്ട. ഓക്കെ, എന്തായിരുന്നു, വടക്കേ ഇന്ത്യക്കാരെ കോമ്പറ്റീഷൻ വരുമ്പോ ടീച്ചർ, അവർക്ക് സൗത്ത് എന്താ, നമ്മള് സദേൺ സോണിൽ കൊടുത്താൽ മതി, അവർക്ക് സൗത്ത് ആവശ്യമില്ല, അവര് പഠിപ്പിച്ചല്ലേ. അങ്ങനെയൊന്നുമില്ല, നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലടാ. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവർക്ക് സൗത്ത് ഇന്ത്യയിലൊന്നും കൊടുക്കില്ല, അവർക്ക് സദേൺ സോണൊന്നും ആവശ്യമില്ല. നമ്മൾ സദേൺ സോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലൊരു ജോലി, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, അതെ, 2570. അതെ, CMA ഞാനും ആദ്യമായിട്ടാണ് അറിഞ്ഞേ. ബട്ട് 2024 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ ആരോടും പറയണ്ട. ഇനിയിപ്പോ നമ്മൾ CMA എഴുതാൻ പോകുന്ന ആൾക്കാരുടെ അടുത്താണ് നമ്മളായിട്ട് പറഞ്ഞിട്ട് ആർക്കും ഓർമ്മിപ്പിക്കണ്ട. കാരണം പല ആൾക്കാർ ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുക, നമ്മൾ പഠിക്കുക. എന്നിട്ട് നമ്മുടെ എന്തായിരുന്നു നെക്സ്റ്റ് റിസൾട്ട് വരിക. നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യില്ല കേട്ടോ, നമ്മൾ ആരടുത്തും സ്പ്രെഡ് ചെയ്യില്ല. അതുകൊണ്ട് മനസ്സിൽ വെച്ചോളൂ, CMAക്കാര് പഠിക്കാൻ സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇനി ജൂനിയർ എഞ്ചിനീയറിംഗിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതേപോലെ തന്നെയാണ്. ജൂനിയർ എഞ്ചിനീയറിംഗിന്റെ പോസ്റ്റിന്റെ പേര് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാം. ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ മെറ്ററോളജിക്കൽ സൂപ്രണ്ട് ആൻഡ് കെമിക്കൽ മെറ്ററോളജിക്കൽ അസിസ്റ്റന്റ്, ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത്. ജൂനിയർ എഞ്ചിനീയർ JE പോസ്റ്റ്, അതാണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്. ലെവൽ 6 ആണ്. 35,400 രൂപ ഇനീഷ്യൽ പേ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് HRA കിട്ടും, DA കിട്ടും. കേരളത്തിലെ പോലെ സാമ്പത്തിക മാന്ദ്യം എന്നുകൊണ്ട് പിടിച്ചൊന്നും വെക്കില്ല. നമുക്ക് DA വേണോ, DA തരും. നിങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണോ, സെക്കൻഡ് ക്ലാസ് AC യാത്ര ചെയ്തോളൂ. നിങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് AC യാത്ര, നിങ്ങളുടെ ഫാമിലിക്ക് യാത്ര. പിന്നെ നിങ്ങൾക്ക് റെയിൽവേ ഹോസ്പിറ്റൽ ഉണ്ട്. ഇനിയിപ്പോ റെയിൽവേ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേയുമായിട്ട് ടൈപ്പുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ നിങ്ങൾക്ക് എന്താണ്, ചികിത്സ നിങ്ങൾക്ക് ഫ്രീ ആണ്. സുഖല്ലേ, നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫ്രീ ആണ്. അതുപോലെ തന്നെ ബോണസ്, എന്തൊക്കെ അലവൻസും മറ്റും കാര്യങ്ങളാണ് റെയിൽവേയിലുള്ളത്. ഇനിയിപ്പോ പേ കമ്മീഷൻ വരുമ്പോ സാലറി വീണ്ടും കൂടുന്നു. സുഖമാണ് മക്കളെ റെയിൽവേയിൽ കയറി കഴിഞ്ഞാൽ. ഒറ്റ വർഷം കൊണ്ട് എന്തായിരുന്നു, ഒറ്റ വർഷമേ ഉള്ളൂ. റെയിൽവേ എല്ലാ വർഷം എക്സാം വിളിക്കുന്നതാണേ. ഒരു വർഷം കൊണ്ട് നിങ്ങൾ കട്ടയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ജോലിയാണെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടെ ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ പോലെ സെയിം ആണ്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ 2570 വേക്കൻസീസ് ആണ് വരുന്നത്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? അപ്പൊ ജൂനിയർ എഞ്ചിനീയറിംഗിന് നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഡിപ്ലോമ, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ റിലവന്റ് സ്ട്രീം ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ആവാം, അതുപോലെ തന്നെ മെക്കാനിക്കൽ ആവാം, എഞ്ചിനീയറിംഗ് ആവാം, സയൻസ് ആൻഡ് ടെക്നോളജി ആവാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആവാം. നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഈ ജോലിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് എന്ന് പറയുമ്പോഴും സെയിം ആണ്. നിങ്ങൾക്ക് ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടായാൽ മതി, ഏതെങ്കിലും എഞ്ചിനീയറിംഗിലെ സബ്ജക്റ്റില് ഉണ്ടായാൽ മതി. കാരണം ഇതിന്റെ പേരെന്താ, ജൂനിയർ എഞ്ചിനീയർ ആണ്. അത്രേ ഉള്ളൂ നമുക്ക് വരുന്നത് കേട്ടോ. എന്തായിരുന്നു പറഞ്ഞത്? യെസ്, എഴുതാൻ പറ്റും. പിന്നെന്താ,
നമുക്ക് ഇതെല്ലാം എക്സാം എഴുതാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ സ്വന്തമാണ്. ഓക്കെ, ഇനി ഇതിന്റെ എക്സാം പാറ്റേൺ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഇതിന്റെ എക്സാം പാറ്റേണും വരുന്നത്. അപ്പൊ ജെഇയുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മാത്സിന് 30 ക്വസ്റ്റ്യനും 30 മാർക്കുമാണ് വരുന്നത്. ജനറൽ ഇന്റലിജൻസിന് 25 ക്വസ്റ്റ്യനും 25 മാർക്കും. അതായത് മാത്സ് ആൻഡ് റീസണിങ്ങിന് എത്രയാണ്? 55 മാർക്കാണ് വരുന്നത്. ജനറൽ അവയർനെസ്സിന് 15, ജനറൽ സയൻസിന് 30. മാത്സ് ആൻഡ് റീസണിങ് എഞ്ചിനീയർ കുട്ടികൾക്ക് അറിയില്ല എന്ന് പറയരുത്, അവർക്ക് ബേസിക് ആയിട്ട് അറിയും. ഇനിയിപ്പോ മറന്നു പോയാലും കുഴപ്പമൊന്നുമില്ല, സതീഷ് സാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നോളൂ മാത്സ് ആൻഡ് റീസണിങ്, അതൊന്നും ഒരു ടെൻഷനും വേണ്ട. ഇനി ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ധൈര്യമായിട്ടിരിക്കുക, അറിയില്ലെങ്കിൽ വീക്കാണ്, ഒരു കുഴപ്പമില്ല, റീസണിങ്ങിൽ നമ്മൾ ഇവിടെ സെറ്റാക്കി തരും. ജനറൽ അവയർനെസ് 15 മാർക്കാണ്, ആവശ്യമുള്ളത് മാത്രം പഠിക്കുക. നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ട്, പിന്നെ നമ്മുടെ അരുൺ ശശി സാറുണ്ട്, അങ്ങനെ ഒത്തിരി സാർമാരുണ്ട്, എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നമുക്കുണ്ട്. ജനറൽ അവയർനെസ് 15 മാർക്കേ ഉള്ളൂ, നമ്മൾ സെറ്റാക്കി തരും. ജനറൽ സയൻസ് നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ ആവുള്ളൂ. ജനറൽ സയൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, റിവൈസ് ചെയ്ത് പഠിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഇത് പഠിക്കുകയാണ്. ഇതാണ് CBT 1. 90 മിനിറ്റിനുള്ളിൽ 100 ചോദ്യങ്ങൾ. CBT 1 നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റില്ലേ പഠിച്ചു കഴിഞ്ഞാൽ? ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കണ്ട, നേരത്തെ പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല വരുന്നത്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് PSC പോലെ അത്രയും കഷ്ടപ്പെടുത്തില്ല റെയിൽവേ. ഒരു പാവാണ്, അത്രയും നമ്മൾ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി ഒന്നും ചെയ്യത്തില്ല. ഇതാണ് നിങ്ങളുടെ CBT 1. ഇത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത എന്തായിരുന്നു? CBT 2 അങ്ങോട്ട് കയറണം. CBT 2 നേരത്തെ പറഞ്ഞ അതേപോലെയാണ്. ജനറൽ അവയർനെസ്സിന് 15 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനാണോ പാട് നിങ്ങൾക്ക്? 15 മാർക്ക്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ 10 മാർക്ക്, ഇതിന്റെ ബേസിക്സേ ചോദിക്കത്തുള്ളൂ, 10 മാർക്ക്. എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്ക്, ബേസിക്സ് പഠിച്ചാൽ മതി നിങ്ങൾ. ടെക്നിക്കൽ എബിലിറ്റീസ്, നിങ്ങൾ ഏത് സ്ട്രീം ആണോ ആ സ്ട്രീമിന്റെ ക്വസ്റ്റ്യൻ ആണ് 100 മാർക്കിന് ചോദിക്കുക. അല്ലാണ്ട് 100 മാർക്കിന് മെക്കാനിക്കൽ എടുത്ത ഒരാൾക്ക് ഇലക്ട്രോണിക്സിന് ചോദിക്കുന്നു വിചാരിക്കരുത്. നിങ്ങളെ, അതായത് ഒരുപാട് ക്രൂരയൊന്നും അല്ല, അല്ലെങ്കിൽ ക്രൂരനൊന്നും അല്ല റെയിൽവേ. നിങ്ങൾ എന്താണോ പഠിച്ചത് ആ ടെക്നിക്കൽ എബിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടോ, അതിന്റെയാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ മെക്കാനിക്കൽ ആണോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ 120 മിനിറ്റില് 150 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കുള്ളത്, 150 മാർക്കിന്റെ. ഇതാണ് ജെഇയുടെ വരുന്നത്. ഓക്കെ, ഇതാണ് ജെഇയുടെ വരുന്നത്. എഞ്ചിനീയറിംഗ് ആണ്. മറ്റേ നിങ്ങൾക്ക് CMA അപ്ലൈ ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് CMA അപ്ലൈ ചെയ്യാൻ പറ്റുമേ. അത് എന്തെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ വേണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് CMA അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ NTPC അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ല, നിങ്ങൾക്ക് CMA അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ NTPCനെ കുറിച്ച് പറയും, അതും അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. അപ്പൊ ഇവിടെ എഞ്ചിനീയറിംഗുകാർക്ക് എന്തായിരുന്നു? നമുക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു? ഇത് കാണുമ്പോഴും എന്താ, ഇംഗ്ലീഷ് പഠിക്കണ്ട, നിങ്ങൾക്ക് സുഖല്ലേ, ഇംഗ്ലീഷ് പഠിക്കണ്ട, വേറെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒന്നും നിങ്ങൾക്ക് പഠിക്കണ്ട, ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. പണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ പണ്ട് കാലത്ത് PSCയിലെ ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക്, അതുപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് PYQല് കാണാൻ പറ്റും കേട്ടോ. ഇനി എത്രയാണ് നിങ്ങൾക്ക് സമയം കിട്ടുക, എത്ര ദിവസം കിട്ടുന്നതാണ്? അപ്പൊ നോർമലി കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈ 27 ഒക്ടോബർ 31 എക്സാം നടന്നത്. അപ്പൊ എല്ലാ വർഷവും ഈ ഒരു സമയത്താണ്, ഈ ഒരു സമയം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട്. ഇപ്പോ ഇപ്രാവശ്യം വന്നത് എന്തായിരുന്നു? ഇപ്രാവശ്യം ഒക്ടോബറിലാണ് വന്നത്. ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ, ഷോർട്ട് നോട്ടീസ് വന്നു. നമുക്ക് ഒഫീഷ്യലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും ഉടൻ തന്നെ, 10 ദിവസം കൂടി കഴിഞ്ഞാൽ. 120 ദിവസമാണ് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം, 120 ദിവസം. അപ്പൊ 120 ദിവസം കൊണ്ട് നമ്മൾ സൂപ്പർ ആയിട്ട് പഠിക്കുക, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പേപ്പർ 1 CBT 1 ഡിസംബറിലാണ് നടക്കുന്നത്. ഡിസംബറിലാണ് എക്സാം നടക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ 2024 എക്സാം ഡിസംബറിൽ നടന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നത് ഫെബ്രുവരി മാർച്ചിലാണ് എക്സ്പെക്ട് ചെയ്ത എക്സാം. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ 2 CBT 2 2024 നടന്നത് ഏപ്രിൽ 22 ജൂൺ 4 നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത വർഷം ജൂലൈയിലും ഓഗസ്റ്റിലായിട്ടാണ് നടത്തുന്നത്. ഇതിന്റെ റിസൾട്ട് അടുത്ത മാസം തന്നെ. റെയിൽവേ എന്ന് പറയുമ്പോൾ സ്ലോ അല്ല, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതായത് ഷോർട്ട് നോട്ടീസ് വന്നു, നോട്ടിഫിക്കേഷൻ വരുന്നു, അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു, അപ്ലിക്കേഷൻ എൻഡ് ആവുന്നു, അതിന്റെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് എക്സാം നടക്കുന്നു.
ഉടനെ തന്നെ CBT 1 റിസൾട്ട് വരുന്നു. അത് 2 മാസം കഴിഞ്ഞിട്ട് അഗെയിൻ എന്തായിരുന്നു, നമ്മുടെ CBT 2 എക്സാം നടക്കുന്നു. അതിന്റെ പിറ്റത്തെ മാസം 1-2 മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നു. ജോലി കയ്യിൽ സെറ്റ്. മെഡിക്കൽ അതുപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉടൻ നടക്കുന്നു. അതിനടുത്ത മാസം മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടിക്കോളും. ഭയങ്കര സ്പീഡാണ്. റെയിൽവേ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് റെയിൽവേ നടക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് എന്തായിരുന്നു മനസ്സിലാക്കണം കേട്ടോ. അതെ, നിങ്ങൾക്ക് ഈ CBT 1 ഒക്കെ ഏകദേശം സിലബസ് സെയിം ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അതും ഇതും ഒക്കെ ഒറ്റൊരു എക്സാമിന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാം എഴുതാം. ആ ഒരു രീതിയിലാണ് റെയിൽവേയുടെ എപ്പോഴും വരാറുള്ളത്. ഇനി അടുത്തതാണ് RRB NTPC. നിങ്ങൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണിത്. നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ. RRB NTPC നിങ്ങൾ അപ്ലൈ ചെയ്യണം, നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഒരു +2 എന്തായാലും നിങ്ങൾ എല്ലാവരും +2 കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അണ്ടർ ഗ്രാജുവേറ്റ്സ് ആണ്. +2കാർക്കും ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പോ ഇതിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിഗ്രിക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 21-ാം തീയതി മുതലാണ് ഒക്ടോബർ. നവംബർ 20-ാം തീയതി അവസാനിക്കും. അണ്ടർ ഗ്രാജുവേറ്റിന് ഒക്ടോബർ 28-ന് തുടങ്ങി നവംബർ 27-ന് അവസാനിക്കും. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, കാരണം മിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു പരിപാടിയാണ്. ഒന്നില്ലെങ്കിൽ ആദ്യത്തെ ദിവസം അങ്ങോട്ട് അപ്ലൈ ചെയ്യും, ചത്തുകുത്തിരുന്ന് അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ അവസാനത്തെ ദിവസം. ഈ 2 ദിവസങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സൈറ്റ് ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നോർമലി നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു, അപ്പൊ സാധാരണ രീതിയിലായിട്ട് നമുക്ക് ആവേശം കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ നമ്മൾ ആദ്യം അങ്ങോട്ട് അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഹാങ് ആവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മടിയായിട്ട് ലാസ്റ്റ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ സൈറ്റും ഹാങ് ആവും, അപ്ലൈ ചെയ്യാനും പറ്റാതെ 1 വർഷം അങ്ങനെ തന്നെ കുറെ പേരിന്റെ ചാൻസ് നഷ്ടപ്പെടുന്നുണ്ട് ലാസ്റ്റിലേക്ക് വെച്ചിട്ട്. അപ്പൊ ഇടയിൽ നോക്കിയിട്ട് എപ്പോഴും അപ്ലൈ ചെയ്യാം. ഹൗസ് വൈഫ് ആണ്. മെഡിക്കൽ ടെസ്റ്റ് പിന്നെന്താ ക്രാക്ക്. മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മുടെ ഫിസിക്കൽ അല്ലടാ, മെഡിക്കൽ ടെസ്റ്റ് അല്ലേ, നമ്മുടെ ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുക. ഓക്കെ, അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് കണ്ണിൽ എന്താണ്, നമുക്ക് കാഴ്ചയ്ക്കൊന്നും ഒരു വലിയ പ്രശ്നമില്ലെങ്കിൽ ഇവിടുന്ന് പല പോസ്റ്റുകളും സുഖമായിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അതൊന്നും ഒരു കുഴപ്പമില്ല, ഒരു ടെൻഷൻ വേണ്ടടാ. കൃത്യമായിട്ട് നമ്മൾ തരുന്ന കാര്യങ്ങൾ പഠിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അത് ഓരോ പോസ്റ്റിലേക്കും കൃത്യമായിട്ട് അത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് നോക്കിയാൽ മതിടാ. ഓരോന്നിനും എന്തായിരുന്നു സ്വാഭാവികമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, ഇത്രയാണ് ലെഫ്റ്റ് ഐക്ക് ഇത്രയാണ് വേണ്ടത്, ലെഫ്റ്റ് ഈ എല്ലാത്തിനും ഗ്ലാസ് ഇട്ടവർക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നല്ല കേട്ടോ. അപ്പൊ എല്ലാത്തിനും മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരേപോലെ അല്ല. ഇപ്പൊ ചില പോസ്റ്റുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ കാഴ്ചശക്തി വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇപ്പോ ലോങ് സൈറ്റിൽ കാണുന്നവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ജോലിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എല്ലാ ജോലിക്കും ഒരേപോലെ അല്ല. ഓക്കെ, അപ്പൊ കണ്ണിന് ഗ്ലാസ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നിലും എലിജിബിൾ അല്ല എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് തന്നെ എന്തായിരുന്നു മെഡിക്കൽ ടെസ്റ്റ് ഓരോന്നിനും ഓരോ A1, A2, A3 അങ്ങനെ കുറെ ഡിഫറൻസ് ഉണ്ട് മെഡിക്കൽ ടെസ്റ്റിൽ തന്നെ കേട്ടോ. ഏതിന് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഐ ടെസ്റ്റ് ഇഷ്യൂ ഉള്ളവർ പേടിക്കണ്ട, ഓരോന്നിനും ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സ്പെക്സ് ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല. എല്ലാ പോസ്റ്റിനും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്റ്റേഷൻ മാസ്റ്റർക്കൊക്കെ ആണെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കും, കാരണം ഐ നന്നായിട്ട് നോക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ പലതിനും പല പോസ്റ്റിനും ആ ഒരു ഐ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, എടാ ഇതിന്റെ ഓരോ വർഷവും നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുക അതിന്റെ മെഡിക്കൽ എക്സാമിനേഷന്റെ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ആയിട്ട് ഇപ്പൊ ഇതിന്റെയൊക്കെ ആണെങ്കിൽ 21-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അതിന്റെ നേരത്തെ തന്നെ വരും, നോട്ടിഫിക്കേഷൻ വരും. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒഫീഷ്യൽ വരും. അതിൽ കൃത്യമായിട്ട് ഓരോ പോസ്റ്റിന്റെയും മെഡിക്കൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നോക്കിയാൽ മതി. എന്തായാലും എഴുതാൻ പറ്റും, ഏതെങ്കിലും ഒരു എക്സാം എഴുതാൻ പറ്റും റൈഹാന, ഒരു ടെൻഷനും വേണ്ട. ഇതിപ്പോ ഇത്രയും പോസ്റ്റുകളിൽ ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് എഴുതാൻ പറ്റൂടാ, ഒരു ടെൻഷനും വേണ്ട. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ, കൃത്യമായിട്ട് പഠിച്ചാൽ മതി. കാരണം നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം, നമ്മൾ ജീവിക്കേണ്ട, നമ്മളത് ഓവർകം ചെയ്യണം, നല്ല രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഒരു പ്രശ്നമില്ല, അതൊന്നും ഒരു പോസ്റ്റിന് പറ്റില്ലെങ്കിൽ വേറെ പോസ്റ്റ് നോക്കാം, അത്രേ ഉള്ളടാ. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെ പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റ്സിനും എന്താ പോസ്റ്റുകൾ എന്ന്. ഇപ്പൊ ഗ്രാജുവേറ്റ് ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ്.
അതുപോലെ തന്നെ ഇതിന്റെ അക്ഷരങ്ങൾ എന്താ വേറെ രീതിയിൽ ഇരിക്കുന്നത് അറിയില്ല. സ്റ്റേഷൻ മാസ്റ്റർ ആണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും മേർജ് ചെയ്തിരിക്കുന്ന അക്ഷരങ്ങളാണ്. സ്റ്റേഷൻ മാസ്റ്റർ ആണ് വരുന്നത്. അപ്പൊ ഞാൻ വായിക്കുന്നതാണ് കേട്ടോ ശരി. ഇതിൽ നോക്കിയിട്ട് ഇതിൽ വേറെ എന്തൊക്കെയോ ലിപിയാണോ തോന്നുന്നു. സ്റ്റേഷൻ മാസ്റ്റർ, അത് കഴിഞ്ഞ ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ എന്തായിരുന്നു ഇവിടെ എന്ത് ഭാഷയാണ്? അയ്യോ, പിന്നെ ഇതിന്റെ ഭാഷ ശരിയല്ല, വേറെ എന്തോ. അപ്പൊ ട്രാഫിക് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അത്. അപ്പൊ ഈ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിനൊക്കെ ടൈപ്പ് റൈറ്റിംഗ് അറിയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടൈപ്പ് റൈറ്റിംഗ് അറിയേണ്ടത് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് നടത്തും. അപ്പൊ എല്ലാ ടെസ്റ്റിലും എല്ലാത്തിനും ഒരേപോലെ തന്നെ അല്ല കേട്ടോ വരുന്നത്. എല്ലാത്തിനും ഒരേപോലെ അല്ല. ചിലതിന് CBT 1 ചിലതിന് CBT 2 ചിലതിന് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. എല്ലാത്തിനും സ്കിൽ ടെസ്റ്റ് ഇല്ല. നിങ്ങൾ ടൈപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം നിങ്ങൾ സ്കിൽ ടെസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ അക്കൗണ്ടന്റ് കം നമുക്ക് ടിക്കറ്റ് ക്ലർക്ക് വരുന്നുണ്ട്, ട്രെയിൻസ് ക്ലർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് ക്ലർക്ക് വരുന്നുണ്ട്, പിന്നെ ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുന്നുണ്ട്, ട്രാഫിക് ക്ലർക്ക് വരുന്നുണ്ട്. അപ്പൊ ടൈപ്പിസ്റ്റ് വരുന്നവിടെ മാത്രം നിങ്ങൾക്ക് എന്തായിരുന്നു സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഈവൻ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് പാസ്സായി കഴിഞ്ഞാൽ ഒരു സ്കിൽ ടെസ്റ്റ് പോലെ നടത്തും. അതിൽ നിങ്ങൾ പാസ്സായാൽ മതി കേട്ടോ. അതിന് മുമ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അങ്ങനെ ഒന്നും ഇല്ല. ഇനി അടുത്ത പോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇതിന്റെ ഇനീഷ്യൽ പേ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ലെവൽ 6 ആണ്. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് പേ തന്നെ നമുക്ക് 40K പ്ലസ് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചില ഏറ്റവും ചെറിയ പോസ്റ്റിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ ലെവൽ 1 ഒക്കെ ഉണ്ടാവും. ലെവൽ 1 ഇതിലില്ല. അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ലെവൽ 2 ഉണ്ടാവും. അതിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ 25K വരും. അതായത് +2 മാത്രം യോഗ്യത ഉണ്ടെങ്കിൽ 25 to 30K നിങ്ങൾക്ക് സാലറി കിട്ടും. അപ്പൊ ഹയറിലേക്ക് പോകും തോറും എന്തായാലും നിങ്ങളുടെ സാലറി സ്കെയിൽ കൂടും. പറഞ്ഞ പോലെ പേ കമ്മീഷൻ വരുവാണ്. അപ്പൊ ഇതിലും കൂടും. അപ്പൊ ഇപ്പോഴത്തെ സാലറി എന്തായിരുന്നു കണക്കാക്കണ്ട. നിങ്ങൾക്ക് നല്ല അലവൻസും മറ്റും കാര്യങ്ങളുണ്ട്. നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ റെയിൽവേ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെയും സെയിം പ്രോസസ് ആണ്. CBT 1 CBT 2 പിന്നെ സ്കിൽ ടെസ്റ്റ് ടൈപ്പിംഗ് എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആണ്. അതേപോലെ തന്നെ എന്തായിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും നേരത്തെ പറഞ്ഞ അതേപോലത്തെ ആണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ എക്സാമില് എന്തൊക്കെയാ പഠിക്കേണ്ടത്? സെയിം ആടാ, നേരത്തെ നമ്മൾ നോക്കിയില്ലേ, അത് തന്നെ എവിടെ പഠിക്കണ്ട. നിങ്ങൾക്ക് ഒരു +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും +2 ഉണ്ടാവും. ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും എനിഹൗ 1-2 പോസ്റ്റില് ഇത്രയും പോസ്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ NTPCയിൽ തന്നെ കുറെ പോസ്റ്റുകളുണ്ട്. എല്ലാ പോസ്റ്റിലും കയറി അപ്ലൈ ചെയ്തോ. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ എഴുതിയാൽ മതി. നോക്കിക്കേ, CBT 1 മാത്സും മെന്റൽ എബിലിറ്റിയും 30 60 മാർക്കിന്. ജനറൽ അവയർനെസ് ഇവിടെ 40 മാർക്കിന്. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ഇവിടെ ഇല്ല. ഇവിടെയും എന്തായിരുന്നു ഇംഗ്ലീഷ് നമുക്ക് ഇല്ല. അപ്പോഴെന്തായിരുന്നു സുഖാണ് അല്ലെ, ഇംഗ്ലീഷ് പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ അങ്ങനെ 90 മിനിറ്റില് 100 മാർക്കിനുള്ളത് നിങ്ങൾ എഴുതണം. മാത്സ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് മാത്രമേ ഉള്ളൂ. ഇതില് ജനറൽ സയൻസ് സെപ്പറേറ്റ് ആയിട്ടില്ല. പക്ഷെ നിങ്ങൾ അവിടെ പഠിക്കുവാണെങ്കിൽ ഇതിനും കൂടി ഉപയോഗപ്പെടും. സെപ്പറേറ്റ് ആയിട്ട് ജനറൽ സയൻസ് നിങ്ങൾ വേറെ എവിടെയും പഠിക്കണ്ട. CBT 2 നോക്കിക്കേ, ഈ സെയിം സാധനം തന്നെയാ CBT 2 മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. 120 ചോദ്യവും 120 മാർക്കുമാണ് വരുന്നത്. 90 മിനിറ്റിൽ നമ്മൾ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മാത്സ് മെന്റൽ എബിലിറ്റിയും കൂടിയിട്ട് 70 മാർക്കാണ്. ജനറൽ അവയർനെസ്സിന് 50 മാർക്കും. അങ്ങനെയാണ് 120. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒറ്റൊരു എക്സാമിന് പഠിച്ചു കഴിഞ്ഞാൽ CBT 1 പഠിച്ചു കഴിഞ്ഞാൽ CBT 2 സുഖമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? റെയിൽവേയുടെ എക്സാമിനൊക്കെ പാറ്റേൺ എന്ന് പറയുന്നത് CBT 1 ഏകദേശം സെയിം പാറ്റേൺ ആണ്. നിങ്ങൾ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, നിങ്ങൾ സീരിയസ് ആണ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞെന്ന് വെച്ചാൽ റെയിൽവേയുടെ പുറകെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ പുറകെ അധികം വർഷമൊന്നും ഇരിക്കേണ്ട വരില്ല. അതാണ് ഇതിന്റെ സിലബസിന്റെ പ്രത്യേകത. നിങ്ങൾ ഏതെങ്കിലും ഒരു റെയിൽവേ എക്സാമിൽ കയറും. അതുവരെ നമ്മള് റെയിൽവേയുടെ ഇത് ഒരു വലിയൊരു ഗുണം അതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു റെയിൽവേയുടെ എക്സാമിൽ കയറും. കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാമിന് പഠിക്കുന്നതിനേക്കാളും സബ്ജക്ട്സ് കുറവാണ് റെയിൽവേയില്. ആ ഒരു പ്രത്യേക പാറ്റേണില് ആ ഒരു നമ്മൾ പറയില്ലേ ഹാർഡ് വർക്കിനെക്കാളും കുറച്ചും കൂടി സ്മാർട്ട് വർക്ക് ആണ് വേണ്ടതെന്ന്, ആ രീതിയിൽ പഠിച്ചെടുത്താൽ മതി.
അപ്പൊ നമുക്ക് സുഖമായിട്ട് കയറും. അല്ലാതെ നിങ്ങൾ കൂടുതൽ ടെൻഷൻ റെയിൽവേയുടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. ഒത്തിരി നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഒത്തിരി പേര് കഷ്ടപ്പെട്ട് പഠിച്ച ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് കേട്ടോ. അപ്പോ 6 മാസമാണ് ആ കൊച്ച് ഇതിന് വേണ്ടിയിട്ടിരുന്നത്. റെയിൽവേ അത് ഷോർട്ട് നോട്ടീസ് വന്നു. അപ്പൊ അവൾക്കറിയാം 6 മാസത്തിനുള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരുന്നു, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നറിയാം. അവൾ 6 മാസത്തിനുള്ളിൽ ക്രാക്ക് ചെയ്തു. ക്രാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് ഇപ്പൊ പാലക്കാടാണ്. പാലക്കാട് ജോയിൻ ചെയ്തു. എന്തായിരുന്നു അർജുൻ? സെക്ഷൻ കൺട്രോളർ എക്സാം ഇതിൽ വരും. സെക്ഷൻ കൺട്രോളർ CBT 1 എന്താ? ഈ സെയിം സംഭവം തന്നെ. ഇതന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. സെക്ഷൻ കൺട്രോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇത് മതി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ കൺട്രോൾ എന്തായാലും ജനറൽ അവയർനെസ് അത്ര ഇല്ല സെക്ഷൻ കൺട്രോളില്. നിങ്ങൾക്ക് മാത്സും മെന്റൽ എബിലിറ്റി അറിയോ? സെക്ഷൻ കൺട്രോൾ സെറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു മാത്സും മെന്റൽ എബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഇവിടെ ഒരു ഇതിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരുന്നു എല്ലാ റെയിൽവേയുടെ എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് റെയിൽവേയുടെ എക്സാമിന്റെ സിലബസ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ ഒത്തിരി ആൾക്കാർ ഇപ്പൊ റെയിൽവേയിൽ നമ്മൾ പഠിക്കണം, അതായത് ജോലി ഇപ്പൊ അത്യാവശ്യമാണ് നമ്മൾ വിചാരിക്കുകയാണ്. കാരണം നമുക്ക് ഒത്തിരി സമയം കളയാനില്ല. ഇപ്പൊ ഒരു സാധാരണ ഒരു എക്സാമിന് PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു, പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു. മെയിൻസിൽ തന്നെ 2 പേപ്പർ ഉണ്ടാവും. ഇന്റർവ്യൂ മിക്കതിന് ഇപ്പൊ ഉണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞു, എന്നിട്ടൊരു 3 വർഷത്തെ കാത്തിരിപ്പുണ്ട് നമ്മള്, അല്ലെ? 3 വർഷത്തെ കാത്തിരിപ്പ്. നമുക്ക് ആദ്യത്തെ റാങ്ക് ഒരു 100 റാങ്കിനുള്ളിൽ കിട്ടി, അല്ലെങ്കിൽ 50 റാങ്കിനുള്ളിൽ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് 1 വർഷത്തിനുള്ളിൽ കിട്ടുമെന്ന് വിചാരിക്കാം. നമുക്ക് കുറച്ച് അല്ലെങ്കിൽ കുറച്ചൊരു 3 വർഷം കാത്തിരിക്കണം. റാങ്ക് ലിസ്റ്റ് തള്ളിപ്പോയി, അവസാന റാങ്ക് ആണെങ്കിൽ റാങ്ക് ലിസ്റ്റ് തള്ളിപ്പോയി അതുമായി. പക്ഷെ റെയിൽവേയിൽ അങ്ങനെയല്ല. നിങ്ങൾ 3 വർഷം ഒന്നും കാത്തിരിക്കേണ്ടടാ. ഓരോ വർഷവും എക്സാം വിളിക്കുന്നുണ്ട്. ഓരോ വർഷവും എക്സാം വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഓരോ വർഷവും ജോലിക്ക് ഉള്ള ആൾക്കാരെ അവർ എടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് റെയിൽവേ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലാണ് വരുന്നത്. പറ്റും. നമുക്കതിൽ അധികം സബ്ജക്ട് പഠിക്കണ്ടല്ലോ സുബി. നമുക്ക് അധികം സബ്ജക്ട് പഠിക്കണ്ട. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ട, അല്ല ഇംഗ്ലീഷ് നമുക്ക് പഠിക്കണ്ട. കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നും പഠിക്കണ്ട. നാഷണൽ ലെവൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അത് പഠിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാൽ മതി. കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ട് റെയിൽവേക്ക്. അതിലേ ചോദിക്കുള്ളൂ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കില്ല. ഫാക്ട്സ് ഓറിയന്റഡ് ആണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ചോദിച്ച് വളരെ കുഴഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല ആ റെയിൽവേ. പിന്നെന്താ, അവൾക്കിപ്പോ പാലക്കാടാണ് കിട്ടിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു സ്റ്റുഡന്റ് അവൾക്ക് പാലക്കാടാണ് കിട്ടിയത്. ആ കൊച്ച് പഠിക്കാൻ ഒരു സാഹചര്യവും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ഉള്ളിലല്ല, ഒരു 120 ഡേയ്സ് ആണ്. അത് യെസ് 120 ഡേയ്സ് ആണ്. നമ്മൾ ഏകദേശം ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ. ഡേറ്റ് എക്സാക്ട് വരുമ്പോഴാണ് അറിയുന്നത്. സ്റ്റേറ്റ്മെന്റ് അടിപൊളി. എടാ നമ്മൾ ആ രീതിയിൽ പഠിച്ചു പോയാൽ മതി. റെയിൽവേ നമ്മൾ അത്രയും ക്രൂരന്മാരൊന്നും അല്ല റെയിൽവേ. ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ളതിനേക്കാളും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് റെയിൽവേ. ഇവൻ ഞാൻ SSCക്ക് ആണെങ്കിൽ പോലും കുറച്ചുകൂടി, ഇവിടെ SSC ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. SSCക്ക് ആണെങ്കിൽ പോലും കുറച്ചുകൂടി കുറച്ച് വലിയ ലെവലിലാണ് SSC ചോദിക്കുന്നത്. പക്ഷെ റെയിൽവേ ഏറ്റവും സിമ്പിൾ ആണെന്നല്ല പറയുന്നത്. പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയി. അൺനോൺ പേര് എനിക്ക് അൺനോൺ ആയതുകൊണ്ടാട്ടോ അൺനോൺ തന്നെ വായിക്കുന്നത്. നിങ്ങൾ കുറച്ചു പേരുടെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന മെസ്സേജും കുറച്ചു പേര് എനിക്ക് മാത്രം കാണാൻ പറ്റുന്ന മെസ്സേജും ആണെന്ന് തോന്നുന്നു. ആശയുടെയും അൺനോണിന്റെ ഒക്കെ എനിക്ക് മാത്രമാണ് മെസ്സേജ് കാണാൻ പറ്റും. നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ട് വന്നതാണ്. ഓക്കെ, വൈശാഖ് എന്നാണ് പേര്. ഓക്കെ ഫൈൻ. അപ്പോ ഇതാണ് പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നു, റെയിൽവേ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും, നിങ്ങൾക്ക് കയറണം എന്നുള്ള ഒരു ആഗ്രഹവും കോൺഫിഡൻസ് എന്തെങ്കിലും വന്നായിരുന്നോ? ഇപ്പൊ ചില ആൾക്കാരെ നമുക്ക് സമയമില്ലാന്നൊന്നും പറയരുത് കേട്ടോ. സമയമില്ലാന്നേ പറയരുത്. കാരണം നമ്മുടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള സോൺ ഉണ്ട്, അതിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കുറച്ച് പ്രാരാബ്ദം ഉണ്ടെങ്കിലും നമ്മൾ ആ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് പ്രാരാബ്ദം നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരണം. പിന്നെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുള്ള സമയത്ത് പഠിക്കാം, അടുത്ത വർഷം പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് ഏത് സാഹചര്യത്തിലാണെങ്കിലും പഠിക്കും. ഏത് സാഹചര്യത്തിലാണെങ്കിലും പഠിക്കും. ഒരു കൊച്ച്, എൻ്റെ ഒരു സ്റ്റുഡന്റ് ആണ്. അവള് കല്യാണം കഴിഞ്ഞു അവൾക്ക് 1 വയസ്സായ കൊച്ചുണ്ട്. അവൾക്ക് വീട്ടിൽ പഠിക്കുന്നത് അവളുടെ ഹസ്ബൻഡിന്റെ മദർ ഇൻ ലോയ്ക്കും ഇഷ്ടമല്ല, ഹസ്ബൻഡിനും ഇഷ്ടമല്ല.
ഈ കൊച്ച് ഹസ്ബൻഡും മദറിലോയും ഇല്ലാത്ത ഇൻ ബിറ്റ്വീൻ സമയം ഉണ്ടാവില്ലേ, ആ സമയത്ത് മൊബൈലിൽ നോക്കി പഠിച്ച് ആ കൊച്ച് 1 വയസ്സായ കൊച്ചിന് കഥ പറയുന്നത് പോലെ കഥയൊക്കെ റിവിഷൻ ചെയ്ത് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുള്ളതാണ്. ഏത് സാഹചര്യം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വന്നതാണ് ആ കൊച്ച്. വീട്ടില് അത്യാവശ്യമായിട്ട് പോകണം, വീട്ടിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എക്സാം എഴുതിയിട്ട് വന്ന കൊച്ചാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിലുണ്ട്. രാവിലെ മുതല് രാത്രി വരെ ഓട്ടോ ഒക്കെ ഓടിച്ചിട്ട് രാത്രി ഇരുന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റാൻഡിൽ എവിടെ നിർത്തിയിട്ടുണ്ടാവില്ലേ, സ്റ്റാൻഡിൽ നിർത്തിയിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം. ഒത്തിരി ആൾക്കാരെ പേഴ്സണൽ ആയിട്ട് അറിയാം. അപ്പോൾ സാഹചര്യം എന്താണെങ്കിലും നമ്മുടെ സാഹചര്യം നമുക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഓരോരുത്തരുടെ സാഹചര്യം വ്യത്യസ്തമാണ്. എല്ലാവർക്കും അവരവരുടെ സാഹചര്യങ്ങൾ ഭയങ്കര ക്രൂഷ്യലാന്ന് തോന്നും. പക്ഷെ അതിന്നൊക്കെ മറികടന്ന് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് പേര് കളിയാക്കും, ഒത്തിരി പേര് കളിയാക്കും, ഒത്തിരി ഇഷ്ടം പോലെ ആൾക്കാർ കളിയാക്കും. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര കുറവ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അത് ഭയങ്കര റിയാലിറ്റി ആണ് കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര കുറവ് ആൾക്കാരെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ജോലി എന്തായിരുന്നു, ജോലി കിട്ടുക ഇവിടെ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. സപ്പോർട്ട് ഒന്നും നമ്മൾ നാട്ടുകാരൊന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല, ചിലപ്പോൾ വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് നമ്മളെ ഉള്ളൂ. നിങ്ങളെ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാന്നറിയുമോ? നിങ്ങളാണ്. നിങ്ങളെ പുഷ് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. ഈ പറയുന്ന കളിയാക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുള്ളൂ. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 24 മണിക്കൂറും ഫോണിൽ നോക്കി പഠിക്കുന്ന കണ്ട അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും നിങ്ങളുടെ റിലേറ്റീവ് ഒക്കെ പറയും, ആ പെങ്കൊച്ച്, ആ ചെറുക്കൻ എപ്പോ നോക്കിയാലും ഫോണിലാണ്, അവളാള് ശരിയല്ല, അവനാള് ശരിയല്ല. നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ എനിക്കറിയായിരുന്നു എന്ത് തങ്കപ്പെട്ട കൊച്ചാന്നറിയോ അവൻ അല്ലെങ്കിൽ അവള്, എനിക്കറിയായിരുന്നു മോൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ പുകഴ്ത്തും. ഇത്രയേ ഉള്ളൂ നാട്ടുകാരും കുടുംബക്കാരും എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവര് കളിയാക്കും, ഒന്നും നിങ്ങൾ കൺസേൺ ആവണ്ട. നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. പഠിച്ച് ജോലി കിട്ടണം എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം നിങ്ങളുടെയാണ് കേട്ടോ, നിങ്ങളുടെയാണ്. എന്തായിരുന്നു, ജോലി വേണം, സെൻട്രൽ ഗവൺമെന്റ് അല്ലേ, കിട്ടിയാൽ നല്ല പോലെ പേ ആണ്. അതെ, നല്ല പോലെ പേ ആണ്, നല്ല സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടും. നമുക്കൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് 4 ആൾക്കാർ നമ്മളെ വില വെക്കുള്ളൂ. അത് സത്യമാണ്. നമുക്ക് തോന്നും ജോലിയിലൊക്കെ എന്ത് കാര്യം, ഒക്കെ വെറുതെയാണ്. ഒരു ഏജ് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും ജോലിയുടെ ഇമ്പോർട്ടൻസ് എന്താന്ന്. ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഒന്നും നോക്കണ, കട്ടക്കിരുന്ന് പഠിച്ചോളൂ കേട്ടോ, കട്ടക്കിരുന്ന് പഠിച്ചോളൂ. നമ്മുടെ ക്ലാസ് ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ക്ലാസ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു പാറ്റേണിൽ നിങ്ങൾ പഠിച്ചു പോവുക. നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പിനും നമ്മളുണ്ട്. റെയിൽവേയിൽ തന്നെ റാങ്ക് നേടിയ ആൾക്കാരുടെ മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും, അവരുടെ ഹെൽപ്പും കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഡയറക്റ്റ് ആയി നോക്കാം. പിന്നെ ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ഡൗട്ടോ മറ്റു കാര്യങ്ങളോ എന്നെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങൾ ഒറ്റൊരു വാക്ക് മാത്രം തന്നാൽ മതി, നിങ്ങൾ പഠിച്ച് ജയിക്കുമെന്നുള്ള വാക്ക് മാത്രം തന്നാൽ മതി. സെറ്റ് അല്ലേ? പഠിച്ച് ജയിക്കില്ലേ നിങ്ങള്? അടുത്ത വർഷം റെയിൽവേയിൽ നിങ്ങളുടെ പേരുണ്ടാവില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നോ? നിങ്ങളുടെ പേരുണ്ടാവില്ലേ റെയിൽവേയിൽ? റെയിൽവേ റാങ്ക് ലിസ്റ്റ് എടുക്കുമ്പോഴേ നോക്കിക്കേ, സുബി, വഹന്യ എന്നൊക്കെ പേര് എന്ത് രസമായിരിക്കും കാണാൻ അല്ലേ? ഒന്ന് ആലോചിക്കുക, ആ ഒരു മൊമെന്റ് ഒക്കെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അർജുന്റെ പേരൊക്കെ അടുത്ത വർഷം ഉണ്ടെങ്കിൽ എന്ത് രസമാണ്, ഉണ്ടാവും, ഉറപ്പാണ്. അപ്പൊ പിന്നെന്താ ആശ? യെസ്, ക്ലാസിന്റെ ഡേറ്റ് നിങ്ങൾക്ക് ഒരു നമ്പർ ഉണ്ടല്ലോടാ, അതിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. എക്സാക്ട് ക്ലാസിന്റെ ഡേറ്റും ടൈമും ഞാൻ പറഞ്ഞുതരാം. ടൈം എല്ലാ ദിവസവും രാത്രി ഉണ്ടാവും കേട്ടോ. രാത്രി 9 മണിക്കാണ് നമുക്ക് ടൈം ഉണ്ടാവുക. അപ്പൊ ഈ രാത്രി 9 മണിക്ക് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും വരിക കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോവാം. ഓക്കെ, എല്ലാ ദിവസവും 9 മണിക്കാണ് ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും, ക്ലാസിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഫീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ നമ്പർ? ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഹെൽപ്പ് ലൈൻ നമ്പർ എല്ലാവർക്കും അറിയാലോടാ. ആർക്കെങ്കിലും അറിയാത്തുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എന്ന് മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാ ഡൗട്ടും നിങ്ങൾ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അറിയാത്തത് ആർക്കും ഇല്ല എന്ന് വിചാരിക്കുന്നു, എന്നാലും നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് സെഷൻ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ മാഡം, ഞാൻ ഒരു മിനിറ്റ് എടുത്ത് ഈ കോഴ്സിന്റെ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് പറഞ്ഞേക്കാം. മാഡം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തു. പ്രത്യേകിച്ച് ഈ സെഷനിൽ എങ്ങനെയാണ് റെയിൽവേ എക്സാം പഠിക്കേണ്ടതെന്നുള്ളതും, പ്രത്യേകിച്ച് നമ്മൾ CMA എക്സാം, അതുപോലെ RRB JE
അതുപോലെ NDPC ഗ്രാജുവേറ്റ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ കോഴ്സ് ഉടനെ തന്നെ ആരംഭിക്കും. നാളെ 9 മണിക്ക് നിതിൻ സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയും. അദ്ദേഹം റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ് ചെന്നൈ സോണൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ. അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവൽ എക്സ്പീരിയൻസ് എന്താണ് വർക്ക് എക്സ്പീരിയൻസ്, അതിന്റെ ബെനിഫിറ്റ്സ്, പിന്നെ അദ്ദേഹം എങ്ങനെ നേടി, ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. ഇനി ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ള കോഴ്സിന് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ജിജി മാഡം തന്നെയാണ്. മാഡം നമുക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ എക്കണോമിക്സ് ജനറൽ അവയർനെസ് ഏരിയ മാഡം ഹാൻഡിൽ ചെയ്യും. ഒപ്പം തന്നെ രണ്ടാമത് അരുൺ സാറാണ്. അരുൺ സാറ് കേരള സിവിൽ സർവീസ് അക്കാഡമി പാലക്കാട് ബ്രാഞ്ച് ഹെഡാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യും. മറ്റൊരാൾ സതീഷ് സാറാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് SBIയിൽ അദ്ദേഹം മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ തന്നെ വേരിയസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹമാണ് മാത്സും മെന്റൽ നമുക്ക് വേണ്ടി എടുക്കുക. മാത്സ് മെന്റൽ. ഇനി മറ്റൊന്ന് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിൽ 10th ലെവൽ NCERT ലെവലുള്ള ഫിസിക്സ് കെമിസ്ട്രിയാണ് വരിക. അത് നമുക്ക് വേണ്ടി ഭരത് സാർ എടുക്കും. ഭരത് സാറ് UPSC ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ലീഡ് IAS അതുപോലെ പല അക്കാഡമികളിലും ഫോർച്യൂണിലൊക്കെ എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് അദ്ദേഹം. ഇനി മറ്റൊന്നുള്ള ജോഗ്രഫിയാണ്. ജോഗ്രഫി അനൂപ് സാറാണ്. ഫോർച്യൂൺ IAS അങ്ങനെയുള്ള കുറച്ച് UPSC സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ ഈ ഇത്രയും അധ്യാപകർ, അതാണ് നമുക്ക് ഒരു 8ഓളം അധ്യാപകർ നിരയാണുള്ളത്. എല്ലാവരും തന്നെ UPSC SSC ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾക്ക് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും കാണാൻ പറ്റുന്ന വ്യക്തികളാണ് എല്ലാവരും. നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ പേരുകൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സുകൾ മൺഡേ ടു ഫ്രൈഡേ ആണ് വരിക. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നമ്മുടെ ക്ലാസ്സിൽ വരിക. രാത്രി 9 മുതൽ 10 വരെ. ഇതിൽ സാറ്റർഡേ നമുക്ക് ടെസ്റ്റ് ഉണ്ടാവും. ആ ആഴ്ചത്തെ ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള ടെസ്റ്റ് ശനിയാഴ്ചകളിലുണ്ടാവും. ഓക്കെ, ഇനി സുബി, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഡൗട്ട്സിലേക്ക് വരാം. അതിനുശേഷം ഈ ലൈവ് ക്ലാസ്, അതിന്റെ റെക്കോർഡിങ്, അതുപോലെ ക്ലാസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും. അത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് സ്റ്റുഡൻറ് ഗ്രൂപ്പുകളിലും അതുപോലെ നമ്മുടെ ഓൺലൈൻ പോർട്ടലിലും നിങ്ങൾക്ക് ലഭ്യമാവും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. മാഡം ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇനി ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് CBT 1 എന്നുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നുകൂടെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കോമൺ ആണ്. ഇപ്പൊ ജെയുടെ ആണെങ്കിൽ CBT 1, ജെയുടെ തന്നെ ഉള്ളിൽ വരുന്നതാണ് CMA. അപ്പൊ CBT 1 ഇപ്പൊ CBT 1 എന്താണ് മാത്സ് ആൻഡ് മെന്റലിറ്റി, അത് എല്ലായിടത്തിലും ഉണ്ട്. അതുപോലെ തന്നെ മാത്സ് മെന്റലിറ്റി കോമൺ ആണ്. അതുപോലെ ജനറൽ അവയർനെസ് കോമൺ ആണ്. ഇനി അതേപോലെ സയൻസ് അത് കോമൺ ആണ്. അതായത് സ്റ്റേജ് 1 പ്ലിംസ് എന്നുള്ളത് ഏത് എക്സാം, റെയിൽവേയുടെ ഏത് എക്സാം ആണെങ്കിലും അതിന് ഒരേ സിലബസ്, ഒരേ പാറ്റേൺ ആണ്. ചിലപ്പം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ചോദ്യങ്ങളിൽ ചില വ്യത്യാസം വരാം. ഉദാഹരണമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ 19 എന്നുള്ളത് റൈറ്റ് ടു ഫ്രീഡം എന്ന് വളരെ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ചോദിക്കാം. ഇനി ഒരു ഗ്രാജുവേറ്റ് ലെവലിലെ JEE അല്ലെങ്കിൽ CMAയിൽ വരുമ്പോൾ എന്താണ് റൈറ്റ് ടു ഫ്രീഡത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചോദ്യം വേണേ വരാം. ഞാൻ ജനറൽ മനസ്സിലായി. ഇനി അതിന്റെ സ്റ്റേജ് 2ൽ മാത്രമാണ് സബ്ജക്ട് സ്പെസിഫിക് കാര്യങ്ങൾ വരുന്നുള്ളൂ. സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ മാത്രം പഠിക്കേണ്ടതുള്ളൂ? അത് അടുത്ത ജൂലൈ ആഗസ്റ്റിൽ മാത്രമേ എക്സാം വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത ജൂലൈ ആഗസ്റ്റിലാണ് ആ ടെക്നിക്കൽ എക്സാം. ജൂലൈ അല്ല ആഗസ്റ്റ് കൂട്ടിക്കോളൂ. അപ്പോൾ അതായത് നമുക്ക് ഫെബ്രുവരി മാർച്ച് നടന്ന CBT 1 കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. അപ്പം നമുക്ക് ഇനി മുന്നോട്ടേക്ക് ഒരു 3-4 മാസമുള്ള ആ മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ക്ലിയർ ചെയ്യണം? നമ്മൾ CBT 1 അല്ലെങ്കിൽ സ്റ്റേജ് 1 പ്ലിംസ് ക്ലിയർ ചെയ്യണം. അവിടെ നിങ്ങൾ ടെക്കിൽ എത്ര പുലിയാണ്, ഇപ്പൊ ടെക്നിക്കലിൽ നിങ്ങൾ ഫിസിക്സിൽ വളരെ പുലിയായിരിക്കാം, കെമിസ്ട്രിയിൽ പുലിയായിരിക്കാം, മെക്കാനിക്കൽ പുലി, അതൊക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ സ്റ്റേജ് 1 ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് മുന്നോട്ട് നമ്മൾ ചിന്തിക്കാൻ അർത്ഥമില്ല. അപ്പൊ സ്റ്റേജ് 1 എന്നുള്ളത് ഉടനെ തന്നെ നടക്കാൻ പോകുന്നതാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സ്റ്റേജ് 1 നടക്കും. ഓൺലൈൻ എക്സാം ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ SSC ഇടുന്ന പോലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ മറ്റോ പോയി നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളവിടെ വളരെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് ആദ്യം CBT 1 ഫോക്കസ് ചെയ്യുക. മാത്സ് മെന്റലിറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. കാരണം എന്താണ്, ഇവിടെ 100 ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്. 90 മിനിറ്റ്, 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തു പോകാം. സ്പീഡ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ജനറൽ അവയർനെസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കി പോയാൽ മതി. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മെയിൻസിന്റെ ക്ലാസ്സിൽ ആരംഭിക്കും. മെയിൻസിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയറിന് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഗ്രൂപ്പാണ്. മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എന്നാണ്. അതായത് മെക്ക് പഠിച്ചവർ മാത്രമല്ല, മെക്ക് അലൈഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ, അതുപോലെ ഓട്ടോമൊബൈൽ, അതൊക്കെ മെക്കിന്റെ ഉള്ളിൽ വരും, മെക്ക് ഗ്രൂപ്പിന്റെ ഉള്ളിൽ വരും. ഇനി ഇലക്ട്രിക്കലിന്റെ ഉള്ളിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ട്രിപ്പിൾ അങ്ങനെ പറഞ്ഞു വരും. ഇലക്ട്രോണിക്സിന്റെ ഉള്ളിലാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, IT ഇതെല്ലാം വരും. സിവിലാണ് സിവിൽ ആൻഡ് അലൈഡ്, ഇത് ജൂനിയർ എഞ്ചിനീയറെ സംബന്ധിച്ച്. ഇനി CMA, അതായത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എന്നുള്ളത് എന്താണ്, അതിന്റെ സ്റ്റേജ് 1 എന്നാണ്. എന്നാൽ സ്റ്റേജ്
2-ലാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. സ്റ്റേജ് 2-ൽ കോമൺ ആയിട്ടുള്ളത് നമുക്ക് ജനറൽ അവയർനെസ്സും അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, എൻവയോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 150 മാർക്കിൽ 100 മാർക്ക് എന്താണ് ടെക്നിക്കലാണ്. ടെക്നിക്കൽ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ് അല്ലെ കെമിസ്ട്രി ആ ഒരു ഏരിയ ആയിട്ട് മെറ്റലർജിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ ചോദിക്കും. ഓക്കെ, അത് നമ്മൾ ഈ CBT 1 കഴിഞ്ഞ ശേഷം നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. ഇത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി ഓക്കെ, ഇതിന്റെ ക്ലാസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫാക്കൽറ്റിയുടെ കാര്യം പറഞ്ഞു, ക്ലാസിന്റെ കാര്യം പറഞ്ഞു. ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 130 അവേഴ്സിന്റെ മുകളിലേക്കാണ് CBT 1 തന്നെ വരിക. അതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് മാത്സ്, മെന്റാലിറ്റി ആണ്. അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്യും. അതിനുശേഷം ജനറൽ സയൻസ് ആണ്, അത് കവർ ചെയ്യും. ജനറൽ അവയർനെസ്സിന് മാർക്ക് അനുസരിച്ച് നമ്മൾ അത് അലോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ മാർക്ക് അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ വരിക. മൺഡേ ടു ഫ്രൈഡേ വളരെ സ്ട്രക്ചേർഡ് ക്ലാസ്സിലും സാറ്റർഡേന്റെ ടെസ്റ്റും സൺഡേ നിങ്ങൾക്ക് സ്വയം സെൽഫ് റിവിഷനുള്ള സമയം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഫീസ്, അതുപോലെ തന്നെ ഫീസ് എങ്ങനെ അടയ്ക്കാം, അങ്ങനെ കുറെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ഇനി അധികം വൈകിപ്പിക്കുന്നില്ല, കാരണം 10 മണി ആറായി. നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഉണ്ടാവും. ഓക്കെ, അതായത് നെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു നമ്പർ കോൺടാക്ട് ചെയ്താൽ അവരെ നിങ്ങൾ വിളിച്ചാൽ മതിയാവും. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി നാളെ നിതിൻ സാറിന്റെ ആ ഒരു സെഷനിൽ ഓക്കെ സുബി, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഇവിടെ സതീഷ് സാറിന്റെ ക്ലാസ്സുകൾ, അതിന്റെ ഒരു സാമ്പിൾ ക്ലാസ്സുകളോ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, അതായത് കഴിഞ്ഞ IB-യിൽ അദ്ദേഹം എടുത്ത ക്ലാസ്സുകൾ വളരെ സിമ്പിൾ ആയിട്ട് ഫ്രം ദ ബേസിക്സ് ആണ് അദ്ദേഹം എടുക്കുന്നത്. അത് എടുത്ത് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, ഇതിൽ സിഗ്നൽ ടെക്നീഷ്യൻ ആണെങ്കിൽ CBT 1 എന്നുള്ളത് ഏതാണ്ട് കോമൺ സിലബസ് ആണ്. അതിന് ശേഷമാണ് പിന്നീട് സിലബസുകൾ, അതായത് മെയിൻസിലാണ് ടെക്നിക്കലുള്ള സിലബസ് വരുന്നത്. ഓക്കെ, ഓക്കെ, നമ്മൾ ഏതാണ്ട് 1 അവർ എടുത്തു. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നാളത്തെ നമ്മുടെ സെഷൻ്റെ അതിൽ ചോദിക്കാം. ഒപ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഏറ്റവും പ്രത്യേകമായിട്ട് ജിജിമാര് നന്ദി പറയാണ്. ഇത്രയും നല്ലൊരു സെഷൻ വളരെ രസകരമായിട്ടും പ്രത്യേകിച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ട് എടുത്തതിന് വളരെ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.